അപ്പൊ ആയിക്കോട്ടെ. അപ്പോ നല്ല വഅദ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ എന്ന്. മനുഷ്യനെ ആഖിറത്തിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വഅദുകൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കേൾക്കണം. അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷയെക്കുറിച്ചും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ, സ്വർഗത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങളും നരകത്തിലെ ശിക്ഷകളെ സംബന്ധിച്ചും ഖബറിലെ ചോദ്യങ്ങളെക്കുറിച്ചും മഹ്ശറിലെ ഹിസാബിനെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന രീതിയിലുള്ള വഅദുകൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കേൾക്കണം. എന്നാൽ അതുകൊണ്ട് എങ്ങനെയായാലും ശരി, അത് കേട്ടാൽ കുറച്ചെങ്കിലും ചെറിയ ഒരു ഫലം അത് കേൾക്കുന്ന ആർക്കും ഉണ്ടാകും. അപ്പോ അതൊക്കെ പ്രേ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തകർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഉത്തരം ഇൻഷാ അല്ലാഹ് പറയാം. മയ്യിത്ത് മറമാടുന്നതിന്റെ മുന്നേ മയ്യിത്തിന് വേണ്ടി ഉംറ നിർവഹിക്കൽ, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഒരാൾ മരിച്ചാലേ അയാളെ പേരിൽ ഉംറ നിർവഹിക്കണമെങ്കിൽ അയാളെ മറവ് ചെയ്യണം എന്ന നിബന്ധനയൊന്നുമില്ല. ഉംറ നിർവഹിക്കാൻ മറവ് ചെയ്യുന്നതിന് മുമ്പും ഉംറ നിർവഹിക്കാം, യാതൊരു വിരോധവും ഇല്ല. എന്ന് മാത്രമല്ലേ, ഒരാൾ മരിച്ചിട്ടൊന്നുമില്ല, അയാൾക്ക് സ്വന്തമായി ഉംറയും ഹജ്ജൊന്നും ചെയ്യാൻ സാധിക്കൂല, അങ്ങനത്തെ രോഗിയാണ് നിൽക്കുന്നത്. എന്നാലും പറ്റുമല്ലോ. ഒരാളെ ജീവിതകാലത്ത് തന്നെ അയാളെ തൊട്ട് ഉംറയും ഹജ്ജൊക്കെ ചെയ്യാലോ. എങ്ങനെയാണെങ്കിൽ അയാൾ രോഗിയായിട്ട് കിടക്കുകയാണ്. ഈ രോഗം ഇനി മാറും എന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ആ രോഗം സുഖപ്പെട്ടുകൊണ്ട് ഇനി അയാൾക്ക് സ്വന്തമായ ഹജ്ജും ഉംറയൊന്നും ചെയ്യാൻ സാധിക്കും എന്ന് യാതൊരു പ്രതീക്ഷയില്ല. എന്നാലും അയാളെ തൊട്ടും ചെയ്യാം, ഹജ്ജും ഉംറയൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ മരിച്ചാലും അയാൾ തൊട്ട് ഹജ്ജും ഉംറയൊക്കെ ചെയ്യാം. അതിന് മറമാടൊന്നും വേണ്ട, അതിന്റെ മുമ്പ് തന്നെ ചെയ്യാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരാളുടെ പേരിൽ ഒരാൾക്ക് ഒന്നിലധികം പ്രാവശ്യം മയ്യിത്ത് നിസ്കരിക്കാമോ? ഒന്നിലധികം മയ്യിത്ത് നിസ്കാരം മടക്കി നിസ്കരിക്കാൻ സുന്നത്തല്ല. സാധാരണ ഫർള് നിസ്കാരം ഉണ്ടല്ലേ, ഫർള് നിസ്കാരം അതാ ആയിക്കൊണ്ട് ജമാഅത്തോടു കൂടി മടക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. മയ്യിത്ത് നിസ്കാരം ഫർള് തന്നെയാണ്, പക്ഷെ മയ്യിത്ത് നിസ്കാരം മടക്കി നിസ്കരിക്കൽ സുന്നത്തില്ല. അതാ മടക്കി നിസ്കരിക്കൽ സുന്നത്തില്ലാത്ത നിസ്കാരമാണ് ഏത് മയ്യിത്ത് നിസ്കാരം. പിന്നെ എന്താ മൈക്ക് എന്ന് പറഞ്ഞാൽ മൈക്ക് എന്റെ കയ്യിൽ തന്നെ ഉള്ളത്. ബാനറൊക്കെ അവിടെ കിടന്നോട്ടെ. ബാനർ ഇപ്പൊ മാറ്റൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ വീണ്ടും ആ പ്രസംഗം പ്ലേ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ ബാനർ മാറ്റാൻ നിൽക്കൊന്നും വേണ്ടല്ലോ. ബാനറൊക്കെ അവിടെ കിടന്നോട്ടെ. നമ്മുടെ സംസാരം കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് അറിയാതെ ആരാന്നുള്ളത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങി അവസാനിക്കുന്നതിന്റെ ഉള്ളിൽ ആണ് നിയ്യത്ത് മനസ്സിൽ കരുതേണ്ടത് എന്ന് ഒരാൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് നിയ്യത്തിന്റെ അവസാനത്തോടെ തക്ബീറത്തുൽ ഇഹ്റാം ചേർക്കണമെന്നാണ്. ഈ സംശയം ഒന്ന് മാറ്റിത്തരുമോ? തക്ബീറത്തുൽ ഇഹ്റാമിനോട് അന്വരിപ്പിക്കുക നമ്മൾ സാധാരണ പറയുന്നത്. തക്ബീറത്തുൽ ഇഹ്റാമിനോട് അന്വരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാമിനോട് ബന്ധിപ്പിക്കുക എന്നർത്ഥം. അതായത് ഈ മനസ്സിൽ കരുതലുണ്ടല്ലോ, മനസ്സിൽ കരുതുന്നത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം. അതായത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ആന്റെയും ആ ഉണ്ടല്ലോ, ആ അല്ലാഹു അക്ബറിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആയാണ് അല്ലെ. അവസാനത്തെ അക്ഷരം റ് എന്നുള്ളതാണ് അല്ലാഹു അക്ബർ. അപ്പൊ ആ ആന്റെയും റാന്റെയും കൂടി ഇടയിലായിരിക്കണം ഏത് ഈ നിയത്ത് മനസ്സിൽ കരുതേണ്ടത് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ കേട്ടോ. പിന്നെ മനസ്സിൽ കരുതേണ്ടത് പിന്നെ ആ അല്ലാഹു അക്ബറിന്റെ ആദ്യത്തെ അക്ഷരത്തിന്റെയും അവസാനത്തെ അക്ഷരത്തിന്റെയും കൂടി ഇടയിലായിരിക്കണം പിന്നെ നീയത്ത് മനസ്സിൽ കരുതേണ്ടത്. നാവോണ്ട് പറയലല്ല, നാവോണ്ട് പറയൽ അപ്പൊ പറയാൻ പറ്റില്ലോ. അത് നാവോണ്ട് പറയൽ സുന്നത്താണ്, നിർബന്ധമല്ല. ഉസല്ലി ഫർള ളുഹ്രി എന്നൊക്കെ നമ്മൾ നാവോണ്ട് പറയുന്നല്ലോ, അത് സുന്നത്താണ്, നിർബന്ധമല്ല. ആ സുന്നത്ത് എപ്പോഴാണ്? അത് തക്ബീറത്തുൽ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നതിന് മുമ്പ് അള്ളാഹു പിന്നെ മനസ്സിൽ നാവോട് പറയൽ സുന്നത്താണ്. എന്നാൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന അവസരത്തിലാണ് അവൻ മനസ്സിൽ കരുതേണ്ടത്
അതാണ് നമ്മുടെ മദ്ഹബ് അങ്ങനെയാണ്. അത് നമ്മുടെ മദ്ഹബ് അങ്ങനെയാണ്. അത് കുറച്ച് ഒരു വിഷമം പിടിച്ച് ഏർപ്പാടാണല്ലേ, ഒരു വിഷമം. അത് ശരിക്കവിടെ പറഞ്ഞതേ അല്ലാഹു അക്ബറിന്റെ ആ ഹർഫുണ്ടല്ലോ, അലിഫുണ്ടല്ലോ, ആ ഹംസ, ആ സമയത്ത് തന്നെ എന്ത് വേണം? നിയ്യത്ത് വേണം എന്നൊക്കെ ശരിക്കും പറയാം അല്ലേ. എന്താണ് അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം വെച്ചുണ്ടോ? ഒരു അമല് സഹീഹാവണമെങ്കിൽ നിയ്യത്ത് വേണമെന്നാണ്. ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത് എന്നാണോ? അമലുകൾ സഹീഹാവണമെങ്കിൽ നിയ്യത്ത് വേണം. അപ്പൊ അല്ലാഹു അക്ബർ എന്നുള്ളത് ഒരു അമലാണല്ലോ. അല്ലാഹു അക്ബർ ഒരു അമലാണല്ലോ. അപ്പൊ അത് ശരിയാണെങ്കിലും വേണം, നിയ്യത്ത് വേണമല്ലോ. അപ്പൊ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ അതേ സമയത്ത് അവിടെ ബഹുമാനപ്പെട്ട ഗസാലിമ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും അത്ര ശ്രദ്ധിക്കൊന്നും വേണ്ട, ഒരു ഉർഫിയായ മുഖാറനത്തൊക്കെ മതി. അത് സാധാരണ മനുഷ്യന്മാർക്ക് സാധിക്കുന്ന രീതിയിലുള്ള ബന്ധിപ്പിക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മതിയെന്ന്. അപ്പൊ ഇനി ആന്റെ അവിടെ തന്നെ ഇനി ആയിട്ടില്ലേ, ഇനി എല്ലാന്റെ അവിടെ അങ്ങനെ സംശയിച്ച് ഇറങ്ങാറേണ്ട ആവശ്യമില്ല. ഒരു ഉർഫിയായ മുഖാറനത്ത് മതി. സാധാരണക്കാർക്ക് പിന്നെ സാധിക്കുന്ന രീതിയിലൊക്കെ മനസ്സിൽ കരുതിയാൽ മതി, ഒരു ബന്ധിപ്പിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഗസാലിമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു കാര്യം മനസ്സിലാക്കുക. ആദ്യമായിട്ട് അത് മനസ്സിലാക്കുക. ഏത്? ഷാഫി മദ്ഹബുകാരൻ തന്നെ ആയ ബഹുമാനപ്പെട്ട ഗസാലിമ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വല്ലാതെ അടങ്ങറാവൊന്നും വേണ്ട, ഒരു ഉർഫിയായ മുഖാറനത്തൊക്കെ മതി, സാധാരണക്കാർക്ക് ബന്ധിപ്പിക്കാൻ രീതിയിൽ സാധിക്കുന്ന രീതിയിലൊക്കെ ബന്ധിപ്പിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഷാഫി മദ്ഹബിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നർത്ഥം. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. എന്ത്? ഹനഫി മദ്ഹബില് അള്ളാഹു അക്ബറിന്റെ മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് മനസ്സിൽ കരുതി തന്നെ വേണ്ട. അള്ളാഹു അക്ബറും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്തെ മനസ്സിൽ കരുതി തന്നെ വേണ്ട, അതിന്റെ മുമ്പ് കരുതിയാൽ മതി എന്നാണ് ഹനഫി മദ്ഹബ്. കാരണം ഹനഫി മദ്ഹബ് പ്രകാരം നിയ്യത്ത് നിസ്കാരത്തിന് ഫർളല്ല, ഷർത്താണ്. ഷർത്ത് ഉളുടുക്കൽ നിസ്കാരത്തിന് ഷർത്താണല്ലേ. അത് എപ്പോഴാണ് ഉളുടുക്കൽ? നിസ്കരിക്കുമ്പോഴല്ലോ, നിസ്കരിക്കുന്നതിന്റെ മുമ്പാണ് ഉളുടുക്കൽ. ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്താണ്. എപ്പോഴാ ഔറത്ത് മറക്കല്? നിസ്കാരത്തിന് മുമ്പാണ്. നിസ്കരിക്കാൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷമല്ലല്ലോ. അപ്പോ അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഷർത്താണ് ഏത്? നിയ്യത്ത് എന്നാണ് ഹനഫി മദ്ഹബ്. അപ്പോ മനസ്സിൽ നിയ്യത്ത് വെക്കൽ എപ്പോ മതി? മനസ്സിൽ കരുതല് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് മതി. അപ്പൊ സ്വല്ലി ഫർദുൽ ളുഹ്രി എന്നൊക്കെ നമ്മൾ നാവോട് പറഞ്ഞ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായി നിൽക്കും അങ്ങനെ. എന്നാൽ അത് മതി. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് വേറെ കരുതേണ്ടതില്ല എന്നാണ് ഹനഫി മദ്ഹബ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. എന്തിനാ അതൊക്കെ മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇനി ആ വിഷയത്തിൽ വല്ലാത്ത വസ്വാസ് വേണ്ട അത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ ഹനഫി മദ്ഹബ് പ്രകാരം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പും നിയ്യത്ത് വെച്ചാൽ മതി, മനസ്സിൽ കരുതിയാൽ മതി. ഇനി ഹംബലി മദ്ഹബ് അനുസരിച്ച് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷമായാലും മതി. അല്ലാഹു അക്ബർ പറച്ചിൽ കഴിഞ്ഞ് എന്നിട്ട് മനസ്സിൽ കരുതിയാലും മതി. അത് ഞാൻ ളുഹ്ർ ഫർള് നിസ്കരിക്കുന്നു എന്ന് അപ്പം മനസ്സിൽ കരുതിയാലും മതി. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസരത്തിലാവണം എന്നില്ല. ഇപ്പൊ എന്തെല്ലാം കാര്യമായില്ലേ? ഇപ്പൊ 4 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ സമയത്ത് തന്നെയാവണം അവൻ മനസ്സിൽ കരുതേണ്ടത്. ളുഹ്ർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതേണ്ടത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ ആവണം. ഈ ആന്റെയും റാന്റെയും കൂടി ഇടയിൽ തന്നെ ആയിരിക്കണം എന്ന ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ഒന്ന്. എന്നാൽ ഗസാലി ഇമാമിനെ പോലത്തെ ആളുകൾ പറയുന്നത് ആ സമയത്ത് തന്നെ ആവണം, പക്ഷെ അത് അങ്ങനെ പിന്നെ സാധിക്കുന്ന രീതിയിലൊക്കെ ആയാലും മതി. ഈ ആന്റെ സമയത്ത് തന്നെ വേണം എന്നില്ല. ഇനി റാവോട് കൂടി അവസാനിക്കണം അങ്ങനൊന്നുമില്ല. ഒരു ഉർഫിയായ രീതിയിൽ ഉള്ള മുഖാറനത്ത് മതി. സാധാരണക്കാർക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ ബന്ധിപ്പിച്ചാൽ മതി എന്ന് ഷാഫി മദ്ഹബിൽ തന്നെ ഉള്ള ഗസാലി ഇമാമിന്റെ ഒക്കെ അഭിപ്രായം. അത് വേറൊരു അഭിപ്രായം. ഹനഫി മദ്ഹബ് പ്രകാരമാണെങ്കിലോ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് മനസ്സിൽ കരുതിയാൽ മതി, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസരത്തിലാവണം എന്നില്ല. ഹംബലി മദ്ഹബ് പ്രകാരമാണെങ്കിലോ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷമായാലും മതി. മനസ്സിലായല്ലോ? അപ്പൊ ഈ കാര്യമൊക്കെ മനസ്സിലാക്കിയാലേ അവിടെ നീ വല്ലാതെ കിടന്ന് അടങ്ങറാവണ്ടെന്ന് അർത്ഥം അല്ലേ? ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഇപ്പോ അപ്പൊ ആ വിഷയത്തിൽ വളരെ വിശാലമാണ് എന്ന്. ഞാൻ അവിടെ കിടന്നിട്ട് പിന്നെ നിയ്യത്ത് ശരിയായിക്കണം അല്ലേ? കിടന്നിട്ടൊരു ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യം ഇല്ല. അതിനു വേണ്ടിയാണ് ഇപ്പൊ ഇത്രയും ഈ വിഷയത്തിൽ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞത്. ഓക്കെ, പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമുണ്ടോ?
എന്തൊരു കഷ്ടം. സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കാൻ പാടണ്ട ഒരാളില്ലേ. സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമുണ്ട് ഒറ്റ കുട്ടി പറഞ്ഞില്ല. 4 മദ്ഹബിലെ ഇമാമിങ്ങൾ പറഞ്ഞില്ല. വഹാബികൾ അടക്കം അവർക്ക് അഭിപ്രായം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമുണ്ട്. പിന്നെ ഒരു വെറുതെ വലിച്ചുകൊണ്ടുപോകാണ് അല്ലേ. ഓർക്ക് സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമുണ്ടെന്ന് അവർക്കും അഭിപ്രായമില്ല. അപ്പൊ പിന്നെ നമ്മുടെ ഹദീസിലും ഉണ്ട് അതുപോലെ തന്നെ ജുമാ നിർബന്ധമുള്ള ആളുകളെ കുറിച്ച് സ്ത്രീകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഹദീസ് പോലും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല. ജുമാ സമയം പള്ളിയിൽ എത്തിയ സ്ത്രീകൾ ജുമയാണോ നിസ്കരിക്കേണ്ടത്, ളുഹറാണോ നിസ്കരിക്കേണ്ടത്? ജുമാ സമയത്ത് പെണ്ണ് പള്ളി എത്തി നിൽക്കുന്ന ജുമാ തന്നെ നിസ്കരിക്കുക ചെയ്യാം. അതുകൊണ്ട് വിരോധമില്ല. സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല. പക്ഷെ അവർ ജുമാ നിസ്കരിച്ചാൽ സഹിഹാകും. നിർബന്ധമില്ല, പക്ഷെ അത് ചെയ്താൽ സഹിഹാകും, ശരിയാകും. പിന്നെ ളുഹർ മടക്കി നിസ്കരിക്കേണ്ടെന്ന് അർത്ഥം. ഏതുപോലെ മുസാഫിർ അല്ലേ, യാത്രക്കാരന് ജുമാ നിർബന്ധമുണ്ട ഇല്ല. പക്ഷെ അവൻ ജുമാ നിസ്കരിച്ചാലോ പിന്നെ ളുഹർ മടക്കി നിസ്കരിക്കുന്ന വേണ്ട. അതുപോലെ സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല. എന്നാൽ അവർ ജുമാ നിസ്കരിച്ചു, എന്നാൽ പിന്നെ അതിന്റെ പേരിൽ ളുഹർ മടക്കി നിസ്കരിക്കൊന്നും വേണ്ട. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മൈക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് മൈക്ക് എടുക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിലൂടെ സ്പർശിച്ച വസ്ത്രം സൂക്ഷിക്കണമോ? സൂക്ഷിക്കാൻ നല്ലത് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ ഒരാൾ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടിട്ടാണ് ഇയാളെ വസ്ത്രം എന്ത് ചെയ്ത് റസൂലങ്ങ് തൊട്ട്. ആ വസ്ത്രം സൂക്ഷിക്കണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അദബ് അത് സൂക്ഷിക്കുക തന്നെയാണ്. അത് വല്ലാത്തൊരു ബർക്കത്തുള്ള വസ്ത്രം തന്നെയാണ്. അത് സൂക്ഷിക്കൽ വളരെ നല്ല കാര്യമാണ്. അത് ബർക്കത്ത്. റസൂലുള്ളാഹിന്റെ കൈ തട്ടിക്കണല്ലോ. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ തന്നെ കണ്ടുകണെന്നാ റസൂല പറഞ്ഞത് അല്ലേ. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനിന ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ റസൂൽ എന്ത് ചെയ്തിരിക്കണ്? സ്വപ്നത്തിൽ അവൻ റസൂലാനെ കണ്ട് റസൂലാന്റെ വസ്ത്രത്തിൽ അങ്ങനെ തൊട്ട്. എന്നാൽ അത് ഒരു മുബാറക്കായ വസ്ത്രമാണ്. അത് സൂക്ഷിച്ച് വെക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഹഖീഖത്തിലട്ടെ, അഖീഖയാണ്. അഖീഖത്ത് അർത്ഥം മൃഗത്തിന്റെ മാംസം എത്രയാണ് സദഖ ചെയ്യേണ്ടത്? അഖീഖത്താണ്, ഐനാണ്. ചില ആളുകൾക്ക് ഹഖീഖത്ത് എന്ന് പറയാറുണ്ട് അല്ലെ. ഹഖീഖത്ത് വേറുണ്ട്, അത് യാഥാർത്ഥ്യം എന്നുള്ള അർത്ഥത്തിന് ഹഖീഖത്ത്. ഇത് അഖീഖത്താണ്. അഖീഖ ഏകദേശം അഖീഖ അർത്ഥം മൃഗം ഉണ്ടല്ലോ. ഇപ്പൊ ഇത് മറ്റേ പ്രസവിച്ച കുട്ടികളെ തൊട്ട് അറക്കണ മൃഗം ഉണ്ട്. അതിനിപ്പോ അഖീഖ എന്ന് അതിനാ പറയാം. പ്രസവിച്ച കുട്ടിയുടെ 7-ന്റെ 14-ന്റെ 21-ന്റെ എന്തെങ്കിലും ആയിട്ട് അറക്കുമല്ലോ. അറക്കൽ സുന്നത്താണ്. ആ മാംസം എത്രയാണ് സദഖ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല് അവിടെ ഉളുഹിയത്തിന്റെ അതേ വിധി തന്നെയാണ്. സുന്നത്തായ ഉളുഹിയത്തുണ്ടല്ലോ, സുന്നത്തായ ഉളുഹിയത്തിന്റെ അതേ വിധി തന്നെയാണ് സുന്നത്തായ അഖീഖത്തിനുള്ളത്. അതായത് സുന്നത്തായ ഉളുഹിയത്തിന്റെ മാംസം അല്പമെങ്കിലും എന്ത് ചെയ്യണം? സുന്നത്തായ ഉളുഹിയത്താറ് നീർച്ചയാക്കപ്പെടാത്തതേ. നീർച്ചയാക്കിയാലോ ഉളുഹിയത്താർക്കാൻ നീർച്ചയാക്കി, എന്നാ പിന്നെ അതിന്റെ മാംസം മുഴുവൻ സദഖ ചെയ്യൽ നിർബന്ധമാണ്. അതിന് അവൻ ചെലവെടുക്കാൻ നിർബന്ധമുള്ളവർക്കോ തീരെ എടുക്കാൻ പറ്റുകയില്ല. അതുപോലെ നേരെ മറിച്ച് നീർച്ചയാക്കപ്പെട്ട ഉളുഹിയത്തല്ല, സുന്നത്തായ ഉളുഹിയത്താണ്, നീർച്ചയാക്കാത്ത ഉളുഹിയത്താണ്. എന്നാൽ അത് അവൻ ചെലവെടുക്കാൻ നിർബന്ധമുള്ളവർക്കൊക്കെ അതിൽ നിന്ന് ഭക്ഷിക്കാം. എന്ന് ഭക്ഷിക്കാമെന്ന് മാത്രമല്ല, അല്പമെങ്കിലും ഭക്ഷിക്കൽ സുന്നത്തും കൂടിയാണ്. എന്നാൽ എത്ര സദഖ ചെയ്യണം? അല്പം മാത്രം സദഖ ചെയ്ത് ബാക്കിയുള്ളത് മുഴുവൻ വേണമെങ്കിൽ അവന് ഭക്ഷിക്കാം. അതുപോലെ തന്നെ അഖീഖത്തും അങ്ങനെ തന്നെ. ആ പേരിന് കുറച്ച് എന്ത് ചെയ്യുക? സദഖ ചെയ്യുക. ബാക്കിയുള്ളത് മുഴുവൻ അവനും എന്റെ കുട്ടികളെ കൂടി നിന്നാണ്. അതിനാണ് ഉളുഹിയത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെ, അഖീഖത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. എന്നാൽ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ 1/3 ഭാഗം മാത്രം അവൻ എടുത്ത് ബാക്കി 2 ഭാഗവും സദഖ ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതാണ്.
ഏറ്റവും നല്ലതല്ല. ഏറ്റവും നല്ലത് അല്പം മാത്രം അവനെടുത്ത് ബർക്കത്തിന് കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് മുഴുവൻ സദക്ക ചെയ്യലാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലത് 1/3 ഭാഗം അവനെടുക്കുക, ബാക്കി 2 ഭാഗവും സദക്ക ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇനി തീരെ പിന്നെ അല്പം മാത്രം, ആ പേരിന് അല്പം മാത്രം കൊടുത്ത് ബാക്കി മുഴുവൻ തിന്നു നിൽക്കുക, എന്നാലും സഹീഹാകുന്നതാണ്. ഹഖീഖത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെ. അവിടെ അസഹായ അഭിപ്രായം വുജൂബു തസദ്ദുഖിൻ, സദഖ ചെയ്യൽ വുജൂബാണ് ബി ബഅദിഹാ, ആ ഉളുഹിയത്തിന്റെ ബഅദ് കൊണ്ട്, ഉളുഹിയത്തിന്റെ മാംസത്തിന്റെ അല്പം സദഖ ചെയ്യൽ നിർബന്ധമാണ്. എത്ര അല്പം എന്ന് പറഞ്ഞാൽ എത്രയാണ്? വഹുവ മാ യൻതലിഖു അലൈഹിൽ ഇസ്മു, അത് പേരിന് ഒരു പേരിന് കുറച്ച് മറ്റാർക്കും കൊടുത്തു, എന്നാലും സഹീഹാകും. ഞാൻ പറഞ്ഞു കേൾക്കണ്ടല്ലോ അല്ലേ? കേൾക്കണ്ടല്ലോ. മൈക്കിന്റെ കയ്യിൽ തന്നെ അല്ലേ? അപ്പൊ അവിടെ പിന്നുള്ളത് ഇതേ വിധി തന്നെയാണ് അഖീഖത്തിനുള്ളത്. അപ്പൊ ഉളുഹിയത്തിനും അഖീഖത്തിനും ആ വിഷയത്തിൽ ഒരേ വിധിയാണുള്ളത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഉളുഹിയത്ത് അറുക്കുമ്പോൾ അതിൽ നിന്ന് അല്പം സദഖ ചെയ്യൽ നിർബന്ധമാണല്ലോ. സുന്നത്തായ ഉളുഹിയത്താണെങ്കിലും ശരി, അല്പം സദഖ ചെയ്യൽ നിർബന്ധമാണ്. ആ സദഖ ചെയ്യുന്നത് എന്താവണം വെച്ചോ, പച്ച മാംസമായിരിക്കണം, അതല്ല വേവിച്ച മാംസം ആവരുത്. നേരെ മറിച്ച് അഖീഖത്തിലല്ല, അഖീഖത്തിൽ വേവിച്ച മാംസം കൊടുക്കലാണ് സുന്നത്ത്. പച്ച മാംസം കൊടുക്കുന്നതിനേക്കാൾ നല്ലതേ വേവിച്ച മാംസം കൊടുക്കലാണ് അഖീഖത്തിൽ സുന്നത്ത്. ആ വേവിക്കുന്ന സമയത്ത് ആ ഇറച്ചിയിൽ കുറച്ച് മധുരം ഇടലും സുന്നത്താ. കുറച്ച് മധുരം ഇടുക, ഇറച്ചിയിൽ മധുരം ഇടേ, ഇറച്ചിയിൽ മധുരട്ട് വേവിക്കാന്ന്. കൂടുതലും നല്ല കുറച്ച് മധുരം അത് ചേർക്കാൻ സുന്നത്തുണ്ട്. എന്തിനാണ്? ബിഹലാവത്തി തഫാഉലൻ ബിഹലാവത്തി അഖ്ലാഖിഹിന, ഈ കുട്ടിയുടെ സ്വഭാവവും നല്ല മധുരമുള്ളതായിരിക്കണം. ആ രീതിയിലുള്ള ഒരു ശുഭലക്ഷണം ആയിട്ടാണ് അത് അങ്ങനെ ചെയ്യണത്. ആ കുട്ടിയുടെ മുടിയാളച്ചിന്റെ അന്ന് പിന്നെ വേവിക്കുക അഖീഖത്തുണ്ടല്ലോ, ആ അഖീഖത്ത് എടുത്ത മാംസത്തെ വേവിക്കുമ്പോൾ അതിൽ കുറച്ച് മധുരം ഇട്ടിട്ട് എന്ത് ചെയ്യുക, അത് ജനങ്ങൾക്ക് കൊടുക്കുക. അതൊരു ഒരു നല്ല ലക്ഷണം ആവാൻ വേണ്ടിയാണത്. അതാണ് ഈ കുട്ടിയുടെ സ്വഭാവം വളരെ മധുരമുള്ളതായിരിക്കണം. അതാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊരു പള്ളിക്കത്തെ ഒരു മുസ്ലിയാന ഒരു മുയിലേരോടെയാണ് അഖീഖത്ത് ഇറക്കണത്. അപ്പൊ ആ വെപ്പുകാരനോട് പറഞ്ഞത്ര മുയിലേര് അതിൽ കുറച്ച് മധുരട്ടവളുണ്ട് എന്നത്രേ. ആ വെപ്പുകാരൻ പറഞ്ഞ ഉസ്താദെ കിതാബ് നിങ്ങൾക്കാ തിരിയ, പക്ഷെ പിന്നെ വെച്ചുണ്ടാക്കാൻ എനിക്കറിയട്ടാന്നത്രേ. ഉസ്താദിനെ അങ്ങോട്ട് പഠിപ്പിച്ചെന്ന് പറഞ്ഞത്. പക്ഷെ അതങ്ങനെയല്ല. കിതാബ് നിങ്ങൾക്കാൻ തിരിയാ ശരി തന്നെയാണെന്ന്, പക്ഷെ വെച്ചുണ്ടാക്കാൻ എനിക്കാണ് അറിയാന്ന്. ഇത് ആ നിലക്കല്ല. ഇതൊക്കെ പിന്നെ നമ്മുടെ ഫിഖിന്റെ കിതാബുകളിലൊക്കെ ആ വിഷയം പറയുന്നുണ്ട്. ഫിഖിന്റെ കിതാബിലൊക്കെ ആ വിഷയം പറയുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ നാട്ടിലത്തെ സ്വഭാവമല്ലല്ലേ. നമ്മുടെ നാട്ടിൽ പോയി സാധാരണ മധുരവും പിന്നെ മീനും മധുരം കൂടി യോജിക്കൂല എന്ന് പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ. സാധാരണ ഛർദിക്കുന്നൊക്കെ പറയും അല്ലേ? ഇറച്ചും അല്ല മീനും മധുരം കൂടി. പിന്നെ അറബികളാണെങ്കിലോ ഈത്തപ്പഴം മീനും കൂടി കുഴച്ചിട്ടാണ് സാധാരണ തിന്നല്. ഈത്തപ്പഴം കുഴച്ചിട്ടാണ് സാധാരണ തിന്നാറ് അല്ലേ? മീനും ഈത്തപ്പഴം കൂടി ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഏതായാലും ശരി, അഖീഖത്ത് അറുത്ത മൃഗത്തെ പാകം ചെയ്യുന്ന സമയത്ത്, അതിന്റെ ഇറച്ചി പാകം ചെയ്യുന്ന സമയത്തിൽ അതിൽ കുറച്ച് മധുരം ചേർത്തുകൊണ്ട് പാകം ചെയ്തുകൊണ്ട് ആ പാകം ചെയ്ത മാംസം കൊടുക്കലാണ് സുന്നത്ത്. എന്നാൽ പിന്നെ ഉളുഹിയത്തിന്റെ മാംസാണെങ്കിലോ പാകം ചെയ്തത് കൊടുത്താൽ സഹിഹാവുകയില്ല. ഏത് അല്പമെങ്കിലും സദഖ ചെയ്ത് സുന്നത്ത നിർബന്ധം എന്ന് പറഞ്ഞല്ലോ, ആ നിർബന്ധം അത് എങ്ങനെ കൊടുത്താൽ പറ്റൂല? അത് പാകം ചെയ്തത് പറ്റൂല എന്ന്. അത് പച്ച മാംസം തന്നെ കൊടുക്കണം. വലാ യുക്സറു അളുമുൻ, അതൊക്കെ അഖീഖത്തിന്റെ മര്യാദപ്പെട്ട. അതിന്റെ എല്ലൊന്നും പൊട്ടിക്കാൻ പാടില്ല. എല്ല് പൊട്ടിക്കാതെ, അതിന്റെ കിണുപ്പുകൾ അങ്ങനെ ഊരെടുക്കുക, അതല്ലാതെ കുത്തി മുറിക്കരുത്, പൊട്ടിക്കരുത്. അഖീഖത്ത് അറുത്ത മാംസത്തിന്റെ ആ മൃഗത്തിന്റെ മാംസം വേറാക്കുമ്പോഴേ എല്ലൊന്നും കുത്തി നുറുക്കരുത്. അത് അതിന് കിണുപ്പുകൾ ഊരെടുക്കാനേ പറ്റൂ. അതെന്തിനാണ്? തഫാഉലൻ ബി സലാമത്തിഹി മിനൽ ആഫാത്തി, ഈ കുട്ടി
എല്ലാ വക ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതിലേക്കുള്ള സൂചനയാണത്. അപ്പൊ അതാണ് വിഷയം. പിന്നെന്താണ് ചോദ്യം? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഫോണിൽ എനിക്ക് ഒരു മെസ്സേജ് വന്നിരുന്നു. ഇതുപോലുള്ള മെസ്സേജ് വന്നാൽ എന്ത് ചെയ്യണം? മെസ്സേജ് താഴെ കൊടുക്കുന്നു, ഫുൾ വായിച്ചു നോക്കണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ നബി അല്ലാഹ്. ഇന്ന് നമ്മുടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ലഭിക്കാൻ നമുക്ക് 3 സ്വലാത്ത് 33 പേരെ കൊണ്ട് ചൊല്ലിക്കണം. പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്ത് 11 പേർക്ക് അയക്കുക. ഫ്രീ മെസ്സേജ് ഉണ്ടായിട്ടും അയക്കാത്ത പക്ഷം നിങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് ഡിലേറ്റ് ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്ത് ഇത് ഫോർവേഡ് ചെയ്യുക. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫിൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്നും ഒരാൾ 100 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ സിറാത്ത് പാലം കടക്കുമ്പോൾ ഞാൻ അവരെ കൈപിടിച്ച് കടത്തും. ഇങ്ങനെ തുടങ്ങി ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യുക. അള്ളാഹു പ്രതിഫലം നൽകട്ടെ. ആമീൻ. അത്തരം മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വേഗം അവജ്ഞയോട് കൂടി തള്ളിക്കളയുക. ഇവനാരാണ് ഇതൊക്കെ തീരുമാനിക്കാനല്ലേ? ഇവനാരാണ് അതൊക്കെ തീരുമാനിക്കാൻ? ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഇത് പറയാൻ. അപ്പൊ അത്തരം ഇതൊന്നും മുസ്ലിം ഉമ്മത്ത് വഞ്ചിതരാകരുത്. അത്തരം ഒരു ഭീഷണിയിൽ മുസ്ലിം ഉമ്മത്ത് വഞ്ചിതരാകരുത്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം, കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദിശാബോധം നൽകാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലുമുണ്ട്. അപ്പോ നമുക്ക് ലഭിക്കുന്ന ഹൈറായ കാര്യങ്ങൾ ഏത് എന്ന് പറഞ്ഞു തരാനും നമ്മെ ബാധിക്കുന്ന ഷെറുകൾ ഏത് എന്നൊക്കെ പറഞ്ഞു തരാനും ഒരു സംഘടന നമുക്കുണ്ട്. ആ സംഘടനയുടെ വല്ല മെസ്സേജാണ് നോക്കുന്നത്. എല്ലാത്തതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അവജ്ഞയോടുകൂടി തള്ളിക്കളയുക എന്നാണ് ആവശ്യത്തിൽ പറയുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദെ, എന്റെ കയ്യിന്റെ വിരൽ മുറിഞ്ഞു പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. എങ്ങനെയാണ് വുളു ചെയ്യുക? തയമ്മും കുളിയും ഒന്ന് പറഞ്ഞു തരുമോ? കയ്യിന്റെ വിരല് മുറിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. വുളു ചെയ്യുമ്പോൾ പിന്നെ സുന്നത്തോടു കൂടി എന്താ വിഷയം പറയുകയാണെങ്കിൽ മുങ്കൈ കഴുകുക അല്ലെ? മുങ്കൈ ആ പ്ലാസ്റ്റർ ഇല്ലാത്ത സ്ഥലമൊക്കെ കഴുകുക. പ്ലാസ്റ്റർ ഇല്ലാത്ത സ്ഥലങ്ങൾ അതൊക്കെ ശരിക്കും കഴുകുക. പിന്നെ വായിൽ വെള്ളം കുപ്പിക്കുക അല്ലെ? പിന്നെ മുഖം കഴുകുക. അപ്പൊന്നും പ്രശ്നമില്ല. മുഖം കഴുകൽ കഴിഞ്ഞതിന് ശേഷം ഇനി ചെയ്യാനുള്ള പണി ഇപ്പം എന്താണ്? കൈ കഴുകല. മുഖം കഴുകൽ കഴിഞ്ഞതിന് ശേഷം ഇനി ചെയ്യേണ്ടത് കൈ കഴുകല. ആ കൈ കഴുകുന്നതിന് മുമ്പായിട്ട് ആണ് നല്ലത് ഏത്? തേമം ചെയ്യാം. ആ കൈ കഴുകുന്നതിന് മുമ്പായിട്ട് ഒന്ന് തേമം ചെയ്യുക. തേമം ചെയ്യൽ എങ്ങനെയാണ്? നീ കൈ കഴുകി കഴിഞ്ഞാൽ ശേഷാലും മതി കേട്ടോ. മുഖം കഴുകൽ കഴിഞ്ഞ് കൈ കഴുകുന്നതിന് മുമ്പായോ കൈ കഴുകൽ കഴിഞ്ഞതിന് ശേഷമോ തേമം ചെയ്യുക. തേമം ചെയ്യുമ്പോൾ മണ്ണിൽ അടിച്ചുകൊണ്ട് മുഖവും 2 കൈയും തടയണല്ലോ. അതാണല്ലോ തേമം. അതാണ്. അപ്പോ പിന്നെ കൈ കഴുകുന്നതിന് മുമ്പാണ് തേമം ചെയ്യുമെങ്കിൽ ഇപ്പൊ തേമം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കൈ കഴുകുക. ആ പ്ലാസ്റ്റർ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ കഴുകുക. ആ പ്ലാസ്റ്റർ ഇട്ട ഭാഗമുണ്ടല്ലോ അതിന് മേലെ വെള്ളം കൊണ്ട് തടവുകയും ചെയ്യുക. വേറെ പണി ഇതോടുകൂടി കഴിഞ്ഞു. പിന്നെ എന്താ? തല തടവുക, ചെവി തടവുക, കാല് കഴുകുക, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ മുറിയുള്ളത് ഇപ്പൊ എവിടെയുള്ളത്? മുറിവ് സംഭവിച്ചിട്ടത് പ്ലാസ്റ്റർ ഇട്ടുള്ള കൈമലാണ്. അപ്പൊ ആ കൈ കഴുകുന്ന സമയത്ത് ആ കൈ കഴുകുന്നതിന് മുമ്പായോ ശേഷമായോ തേമം ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ശരിക്കും കഴുകുകയും വേണം. ആ പ്ലാസ്റ്റർ ഇട്ട ഭാഗമുണ്ട് അതിന്റെ മുകളിൽ എന്ത് വേണം? വെള്ളം കൊണ്ട് തടവുകയും വേണം. ഇതൊക്കെ നിർബന്ധമാണ്. മനസ്സിലായിട്ടുണ്ടാകൂല അല്ലെ? കുളിക്കുമ്പോഴോ ഇനി ജനാബത്ത് കുളിക്കുകയാണ്. ജനാബത്ത് കുളിക്കുന്ന സമയത്ത് ആ ഭാഗം അല്ലാത്തൊക്കെ കഴുകണം. ആ പ്ലാസ്റ്റർ ഇട്ട ഭാഗം ഉണ്ടല്ലോ അതല്ലാത്ത സ്ഥലത്ത് മുഴുവൻ വെള്ളം ചേർക്കണം, കഴുകണം.
പിന്നെ ആ പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം കൊണ്ട് തടവുകയും വേണം. പിന്നെ എന്തും വേണം, തേമം ചെയ്യുകയും വേണം. എന്തിനാ തേമം ചെയ്യണത്? ആ പ്ലാസ്റ്റർ ഇട്ടതിന്റെ താഴ്ഭാഗത്തുള്ള വെള്ളം ചേർന്നില്ലല്ലോ. അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? തേമം ചെയ്യുകയും വേണം. തേമം ചെയ്യേണ്ടത് എവിടെ തന്നെയാണ്? അതിന്റെ ആ മുറിയുള്ള ആ പ്ലാസ്റ്ററിന്റെ മേലെ മണ്ണുകൊണ്ട് തടവിയാൽ പോരാ. പിന്നെന്ത് വേണം? തേമ ആണെങ്കിൽ മുഖത്തും കയ്യുമലും പിന്നെ മണ്ണ് അടിച്ച് തടവുക തന്നെ വേണം. ഓൺലൈനിൽ ആമീൻ പറഞ്ഞാൽ കാര്യമുണ്ടോ? ഓൺലൈനിൽ ലൈവായി കൊണ്ടുള്ള ദുആണ് അല്ലെ? ലൈവായ ദുആണ്. അതായത് ആ സമയത്ത് ഒരാൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെ കേട്ടാലും വേണ്ടില്ല. അത് നേർക്ക് നേരെ കേട്ടാലും വേണ്ടില്ല, മൈക്കിലൂടെ കേട്ടാലും വേണ്ടില്ല, ഇനി ഓൺലൈൻ മുഖേന കേട്ടാലും വേണ്ടില്ല. അപ്പൊ ആമീൻ പറയൽ സുന്നത്ത് തന്നെയാണ്. ലൈവ് അല്ലെങ്കിൽ സുന്നത്തില്ല. ഇത് റെക്കോർഡ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇതിൽ സുന്നത്തില്ല. പിന്നെ ഉസ്താദേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കുടുംബത്തിലെ സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിക്കുന്നത് തടയേണ്ടതുണ്ടോ? തടയേണ്ടതില്ല. പക്ഷെ അതൊരു വേണ്ടാത്ത പണിയാണ് ശരിക്ക്. അവർ നിസ്കരിച്ചാൽ യഖഉ നഫ്ലൻ എന്ന് ഇവിടെ കണ്ടമായി തോന്നുന്നുണ്ട്. സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം ഉണ്ടല്ലോ, പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീകൾ മാത്രം നിസ്കരിച്ചാൽ സഹിയാവുകയില്ല, അത് മതിയാവുകയില്ല. ഒരു രാജ്യത്തൊരാൾ മരിച്ച് എന്നാൽ അയാളെ കുളിപ്പിക്കണം, പിന്നെ കഫൻ ചെയ്യണം, മയ്യിത്ത് നിസ്കരിക്കണം, മറവ് ചെയ്യണം, 4 നിർബന്ധമാണല്ലോ. ആ മയ്യിത്ത് നിസ്കരിക്കുന്നത് ആരായി? അവിടെ പുരുഷന്മാരുണ്ട്. അതോടുകൂടി സ്ത്രീകൾ മാത്രമാണ് മയ്യിത്ത് നിസ്കരിച്ചത്. എന്നാൽ അത് മതിയാവുകയില്ല, അത് സഹിഹാവുകയില്ല. അത് മതിയാവില്ല. അവർ സ്ത്രീകൾ മാത്രം നിസ്കരിച്ചിട്ട് മറവ് ചെയ്യാൻ പറ്റുകയില്ല. പുരുഷന്മാരും മറവ് ചെയ്യണം. അവിടെ പുരുഷന്മാരുണ്ടെങ്കിൽ. അതേ സമയത്ത് അവിടെ പുരുഷന്മാരില്ല, അവിടെ ആകെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ നിൽക്കുക. ഒറ്റ പുരുഷൻ കുട്ടിയില്ല, ആണായി പറഞ്ഞ ഒന്നും അവിടെ ഇല്ല നിൽക്കുക. അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിക്കാം, അത്രേ ഉള്ളൂ. അതല്ലാതെ പിന്നെ പുരുഷന്മാരുണ്ടായിരിക്കെ സ്ത്രീകൾ മാത്രം മയ്യിത്ത് നിസ്കരിച്ചാൽ മതിയാവുകയില്ല. ഇനി പുരുഷന്മാരുണ്ടായിരിക്കെ ഇനി പിന്നെ സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിച്ചു നിൽക്കുക, നിസ്കാരം സഹിയാവുക ചെയ്യും. പക്ഷെ അത് പോരാതെ മാത്രം പുരുഷന്മാർ നിസ്കരിക്കണം. സ്ത്രീകൾ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുക ചെയ്യും. പിന്നെ അതാണ് മൊത്തത്തിൽ ഈ മയ്യിത്ത് പരിപാലനത്തോടനുബന്ധിച്ച വിഷയങ്ങൾക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ടവർ പുരുഷന്മാരാണല്ലേ, കുളിപ്പിക്കലൊഴികെ. കുളിപ്പിക്കലൊഴികെ. കാരണം അത് ആ മയ്യിത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലുണ്ട്. അത് ആ സ്ത്രീന്റെ ഔറത്തിനോട് ബന്ധിച്ച വിഷയമാണ് അതൊക്കെ. അതാ മയ്യിത്തിന്റെ ഔറത്തിനോട് ബന്ധിച്ച വിഷയമാണ്. കുളിപ്പിക്കുമ്പോ മയ്യിത്തിന്റെ ഔറത്തിനെ തൊടുക, കാണുക പോലത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പൊ ഒരു അന്യപുരുഷനെ പിന്നെ ഒരു അന്യ സ്ത്രീ കുളിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീയെ അന്യപുരുഷൻ കുളിപ്പിക്കുകയാണ്. അപ്പൊക്കെ അതൊക്കെ സംഭവിക്കുമല്ലോ. അപ്പൊ ആ വിഷയം മാത്രമാണ്. പുരുഷൻ മരിച്ചാല് മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് പുരുഷന്മാരാണ്, സ്ത്രീ മരിച്ചാൽ സ്ത്രീയാണ് കുളിപ്പിക്കേണ്ടത്. അവരില്ല എങ്കിൽ പിന്നെ തേമം ചെയ്യാണ് വേണ്ടതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ പുരുഷന്റെ മേൽ ബാധ്യതയാണ്. മയ്യിത്തിനെ ചുമന്നു കൊണ്ടുപോകാനാവട്ടെ, മയ്യിത്ത് നിസ്കരിക്കലാവട്ടെ, മയ്യിത്ത് മറവ് ചെയ്യലാവട്ടെ. എന്നാൽ നേരത്തെ പറഞ്ഞ കുളിപ്പിക്കൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അനുവദിച്ചു എന്നത് തന്നെയാണ് സംഭവമാണ്. അത് ഔറത്തിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണത്. മൊത്തത്തിൽ ഈ മരിച്ചാല് മയ്യിത്തിനെ വേഗം മറവ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് അത് സംബന്ധമായ വിധികളൊക്കെ ഉള്ളത്. അങ്ങനെയാണ് മരിച്ച മയ്യിത്തിനെ വേഗം മറവ് ചെയ്യണം. അതാണല്ലോ മയ്യിത്ത് നിസ്കാരത്തില് വജ്ജത്ത് ഓതലില്ല, അല്ലെ, സൂറത്ത് ഓതലില്ല, റുകൂഇല്ല, സുജൂദില്ല, വെറും നിന്നിട്ട് 4 തക്ബീർ ചെല്ലലാണല്ലോ. അത് തന്നെ കാരണം പറഞ്ഞിട്ടുണ്ട്. അതാ മയ്യിത്തിന്റെ കാര്യം എളുപ്പമാക്കാൻ വേണ്ടി എന്നാണ് ഇത് കാരണം. വേഗം പെട്ടെന്ന് പണി കഴിയണേ. റുക്കൂ ചെയ്യാനും ഇവിടെ നേരല്ലേ, എഴുത്തിദാലിനൊന്നും നേരല്ലേ, സൂറത്തൊന്നും ഓതാൻ നേരല്ലേ. വേഗം ഫാത്തിഹ ഓതി വേഗം ആ മയ്യിത്തിന് വേണ്ടി ഒരു ചെറിയ സലാത്തും മയ്യിത്തിന് വേണ്ടി ദുആ ഒക്കെ നടത്തിയിട്ട് വേഗം അതിന് മറവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അത്ര എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് അതൊക്കെ. അപ്പൊ ഈ സ്ത്രീകളെ പഴയ കാലത്തെ പരിപാടി ഉണ്ടായിരുന്നില്ല അല്ലെ, ഇപ്പൊ കുറച്ച് അടുത്താണ് തുടങ്ങിയത് ഈ സ്ത്രീകള് മയ്യിത്ത് നിസ്കരിക്കുന്ന പരിപാടിയൊക്കെ. ഇപ്പൊ അടുത്ത കാലത്താണ് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ കാര്യമായ ഒരു വിഷയമാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അതിന് ചെയ്യുന്നുണ്ട്.
ഞാൻ ഇപ്പോൾ അടുത്ത് ഒരിക്കൽ നാട്ടിൽ പോയപ്പോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട തന്നെ ഒരു സ്ത്രീ മരിച്ച് അങ്ങനെ അവിടെ പോയപ്പോ അവിടെ വലിയ ഫോജാറ്റികളായിട്ട് കുറെ ഈ സ്ത്രീകളുണ്ട്. ഓൽക്കിനെ മയ്യത്ത് നിസ്കരിക്കാൻ. പക്ഷെ ഈ മയ്യത്ത് മറടക്കാണ്ട് വിട്ട് കിട്ടെങ്കിലല്ലേ വല്ലാത്തൊരു അല്ലേ. ഈ സ്ത്രീകളെ കിട്ടൂലേ. ആ മകള് വരാനുണ്ട് ഓളെ കുറെ നൊലോളി, അവിടെ കുറെ കരഞ്ഞിട്ട് ഓളന്മാരുടെ മയ്യത്ത് ഞാൻ നിസ്കരിക്കാൻ നിന്ന് കരയാണേ. പിന്നെ അപ്പൊ ഇളയമാന്റെ വേറെ കരച്ചില് അങ്ങോട്ടും കൊണ്ട് സമാധാനിപ്പിക്കല്. എന്നിട്ട് ഈ മയ്യത്ത് ഒന്ന് ഇവരിപ്പോ നിസ്കരിച്ചിട്ടുണ്ട് അത് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ട് കിട്ടണ്ടേ. അപ്പൊ അതാണ് വിഷയം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പണി നോക്കിങ്ങള് അല്ലേ. അപ്പൊ അതേ സമയത്ത് അതാണ് അത്തരം വിഷയങ്ങളൊക്കെ പുരുഷന്മാരാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ മയ്യത്ത് നിസ്കരിക്കുക, മയ്യത്തിനെ ചുമന്ന് കൊണ്ടുപോവുക, ആ മയ്യത്തിനെ മറവ് ചെയ്യുക പോലത്തെ കാര്യങ്ങളൊക്കെ പുരുഷന്മാരുടെ മേൽ ബാധ്യതയാണ്. സ്ത്രീകൾക്ക് അവിടെ ഉള്ളത് സ്ത്രീകളാണ് മരിച്ചിരിക്കണമെങ്കിൽ കുളിപ്പിക്കുക, അത് അവരാണ് ചെയ്യേണ്ടത്. അതിന് കാരണം അത് ഔറത്തിനെ ബാധിക്കുന്ന വിഷയം ആയതുകൊണ്ടുമാണ്. ഇനി സ്ത്രീ നിസ്കരിച്ചു, നിസ്കാരം സഹിയാകും, പക്ഷെ അത് മതിയാവുകയില്ല എന്ന് മാത്രം. പിന്നെ ഉംറ ചെയ്യുമ്പോൾ സഈ ചെയ്യുമ്പോൾ കുട്ടിയുടെ പമ്പേഴ്സിൽ മൂത്രമുണ്ടായാൽ ഉംറ ഈ ചോദ്യം എനിക്ക് മുമ്പ് വന്നിരുന്നില്ല, നിങ്ങൾ അയച്ചിരുന്നില്ലേ ഈ ചോദ്യം? നിങ്ങൾ പി എമ്മിനോടൊന്ന് മറുപടി അറിയണ്ടോ? ഈ പി എം എനിക്ക് നിങ്ങൾ മുമ്പ് തന്നിരുന്നില്ലേ? ഞാനതിൽ പി എമ്മിനോട് തന്നെ നിങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? എന്താ ഇപ്പം നിങ്ങളോടുണ്ടാ ഈ ചോദ്യകർത്താവ് ഇപ്പൊ ഇവിടെ ഉണ്ടോന്ന്? എന്താ പിന്നെ മറുപടി? ഉണ്ട്. അല്ല നിങ്ങൾ ആ ഇതില് വേണ്ട, ഈ ഇതിൽ പി എം ചെയ്താൽ മതി. നിങ്ങൾ ആ പി എം ചെയ്തിട്ടുണ്ടല്ലോ, അതില് മറുപടി അതിൽ തന്നാൽ മതി. ഇവിടെ പബ്ലിക്കായിട്ട് അടിക്കേണ്ട ആവശ്യമില്ലാണ്. ഞാൻ അന്ന് പി എം ചെയ്തപ്പോ നിങ്ങളെ വായിച്ചിരുന്നില്ലേ? നിങ്ങൾ എനിക്ക് ഈ ചോദ്യം എനിക്ക് ഇതിന് മുമ്പ് നിങ്ങൾ പി എം ചെയ്തപ്പോൾ ഞാൻ പി എമ്മിലൂടെ തന്നെ മറുപടി തന്നിരുന്നു. അത് നിങ്ങൾ വായിച്ചിരുന്നോന്ന്? വായിച്ചിരുന്ന? വായിച്ചിരുന്നോന്ന്? എന്താണ്? ഒരു മിനിറ്റ്. ഹലോ, വലൈക്കും സലാം റഹ്മ. എം ടി ആണല്ലേ? ഞാൻ സൽമാനെ വിളിച്ചിരുന്ന. അതൊന്നും പറ്റൂല. നാളെ ജലിതാരിമിയാണ്. അന്നൊക്കെ അവിടെ ആളിക്കണ. ഇനി വ്യാഴാഴ്ച അവിടെ വേണ്ടത്. ഇനി വ്യാഴാഴ്ച പറ്റുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഉറപ്പിക്കാൻ പറ്റില്ല. ഇവിടുത്തെ സ്ഥിതി പോലെയല്ലേ പറ്റുള്ളൂ. ഞാൻ അല്ലെങ്കിൽ പോയാൽ അല്ലെങ്കിൽ അവിടെ ഉള്ളത് ഉണ്ടാകാൻ. അതെ, അങ്ങനെ നടന്നോ? എന്താ എപ്പോഴാണ് തിരിച്ചെത്തുക? അത് പറയാൻ പറ്റില്ല. പിന്നെ എന്നായിക്കോട്ടെ, ഞാൻ അവിടെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈക്കിലാണ് ഞാൻ. എം ടി ദാരിമിയാണ്. എം ടി ദാരിമി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ യുഎയിലാണ് എം ടി ദാരിമി ഉള്ളത്. ഒരു വിഷയത്തിന് വേണ്ടി വിളിച്ചതാണ്. അപ്പോ എന്താ പറഞ്ഞത്? ഏതായാലും ശരി, ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാണ്. സഈ ചെയ്യാനേ സഈന് ശുദ്ധി ഷർത്തല്ല. അതായത് വലിയ ശുദ്ധിയെ തൊട്ടും ചെറിയ ശുദ്ധിയെ തൊട്ടും ശുദ്ധിയാവുക, നജസിനെ തൊട്ടും ശുദ്ധിയാവുക, ഇതൊന്നും സഈന് ഷർത്തല്ല. അപ്പൊ നജസുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സഈ ചെയ്യാൻ വിരോധമില്ല. ഒന്നുമില്ലാതെ സഈ ചെയ്യാൻ വിരോധമില്ല. പക്ഷെ സുന്നത്താണ് സഈ ചെയ്യുമ്പോൾ ഒന്നുണ്ടാവുക, വലിയ ശുദ്ധി തൊട്ടും ചെറിയ ശുദ്ധിയെ തൊട്ടും ശുദ്ധി ഉണ്ടാവുക, പിന്നെ നജസൊന്നും ഇല്ലാത്ത വസ്ത്രം ധരിക്കുക, ഇതൊക്കെ സുന്നത്താണ്. വസ്ത്രത്തിൽ നജസായി, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് തവാഫിന് അത് പറ്റൂല. തവാഫ് ചെയ്യുമ്പോൾ വസ്ത്രത്തിൽ നജസ് ഉണ്ടാവാൻ പാടില്ല. നജസ്സായ സാധനം ചുമന്നുകൊണ്ട് പിന്നെ തവാഫ് ചെയ്യാൻ പറ്റുകയില്ല. തവാഫിന് എന്ത് വേണം? വുളൂഅൊക്കെ വേണം. വലിയ ശുദ്ധിയെ തൊട്ടും ചെറിയ ശുദ്ധിയെ തൊട്ടൊക്കെ ശുദ്ധിയാവണം. ഇതൊന്നും സഈന് ഷർത്തല്ല. സഈ വുളു ഇല്ലാതെ ചെയ്യാം, നജസ് ചുമന്നുകൊണ്ട് ചെയ്യാൻ വിരോധമില്ല. മനസ്സിലാക്കണം? ഈ പറഞ്ഞെങ്കിൽ മനസ്സിലാക്കണം.
ഈ ചോദ്യകർത്താവിന് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ PM-ൽ തന്നെ രസടിച്ചാൽ മതി. പറഞ്ഞത് മനസ്സിലാക്കണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. ഉസ്താദെ കുറെ തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ക്ഷമിക്കണം. എന്താണ് സംഭവം? എന്താണ്? ബഹുമാനപ്പെട്ട ഉസ്താദെ, എന്റെ കയ്യിന്റെ അത് നേരത്തെ പറഞ്ഞതല്ലേ? അതന്നാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ വിസിറ്റിംഗ് വിസക്ക് UAE വന്നതാണ്. നല്ല ജോലി ലഭിക്കാൻ വേണ്ടി ഉസ്താദിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫضل കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി അല്ലാഹു നൽകട്ടെ. നിങ്ങൾക്ക് മനസ്സിന് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന നല്ലൊരു ജോലിയും നല്ല ശമ്പളവും അതിൽ അല്ലാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നേരത്തെ ഇവിടെ നമ്മുടെ ഒരാൾ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഒരു കുട്ടി ഇവിടെ വന്നു. ആ കുട്ടിയും കുട്ടിയുടെ വാപ്പിയും വേറൊരാളൊക്കെ പാടെ എൻ്റെ സ്നേഹിതനൊക്കെ പാടെ വന്നിരുന്നു. അതും തന്നെ വന്നതേ ഈ ക്ലാസ് റൂമിൽ ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ വന്നതാണ്. ക്ലാസ് റൂമിൽ ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ റൂമിൽ വന്നിക്കാണ്. അപ്പൊ അതൊക്കെ എന്താണ്? അതൊക്കെ നമ്മൾ ഞാൻ ഇവിടെ നിങ്ങൾ ദുആ ചെയ്യുക, അപ്പൊ നിങ്ങളെല്ലാവരും ആമീൻ ചെല്ലും, അപ്പൊ അല്ലാഹു തആല സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ്. അപ്പൊ ആ പ്രതീക്ഷ ഉണ്ടല്ലോ, അവർക്കുള്ള ആ പ്രതീക്ഷ ഒരിക്കലും നമുക്ക് അത് പ്രതീക്ഷ ഇല്ലാതെ ആക്കുന്നൊരു സംഭവം ഉണ്ടായിക്കൂടല്ലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആമീൻ ചെല്ലണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്കും തന്നെ, ആ കുട്ടി തന്നെ വിസിറ്റ് വിസക്ക് വന്നാണ്. ഇനി പോവാറായിട്ടുണ്ട്, പല സ്ഥലത്തും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നല്ലൊരു ജോലി എത്രയും വേഗം ആ കുട്ടിക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിക്ക് മനസ്സിന് സമാധാനം നൽകുന്ന അനുയോജ്യമായ നല്ല ശമ്പളവും ഒക്കെ ഉള്ള നല്ല ജോലി അല്ലാഹു തആല എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഇതുവരെ കുട്ടികൾ ഇല്ല. ഉസ്താദ് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാന്റെ മഹളായ ഫضل കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അവന്റെ എല്ലാ അടിയാറുകളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് എത്രയും വേഗം നല്ല സന്താനങ്ങളെ നൽകട്ടെ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകട്ടെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അതോടുകൂടി നമ്മൾ സാധാരണ പറയാറുണ്ട് കുട്ടികളില്ലാത്ത കാര്യങ്ങള്. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര നിങ്ങൾ നേർച്ചയാക്കുക. കിട്ടിയ അങ്ങനെ പറഞ്ഞാൽ മതി, ഉണ്ടാവുകയാണെങ്കിൽ കൊടുത്താൽ മതി. 100 കിലോ പഞ്ചസാര ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സിൽ കരുതുക. ആ വിവരം നിങ്ങൾ ഇപ്പോൾ തന്നെ ദാറുൽ ഹുദയെ അറിയിക്കുകയും ചെയ്യുക. ഞാൻ അങ്ങനെ കുട്ടികളുണ്ടാവട്ടെ ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ആ വിവരം ദാറുൽ ഹുദയെ അറിയിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി? കുട്ടി ഉണ്ടായതിനു ശേഷം പഞ്ചസാര കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പൊ തന്നെ പഞ്ചസാര ഇപ്പൊ തന്നെ കൊടുക്കൊന്നും വേണ്ട, കുട്ടി ഉണ്ടായതിനു ശേഷം കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഹസ്രജ് കോഴിക്കോട് വരണം. ഈ പ്രാവശ്യമെങ്കിലും അടിരേഖ നാടെ വായിക്കാൻ പറയണേ ദയവ് ചെയ്തിട്ട്, അല്ലേ? ഒരു അടിരേഖ തെരഞ്ഞെടുക്കുന്നതിൽ പണ്ടേ അടിരേഖ തെരഞ്ഞെടുപ്പോ അടിരേഖന്റെ ഉടമസ്ഥൻ നേരെ അവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അടിരേഖ ഇപ്പൊ ഞാൻ അത് വാങ്ങിയിട്ടല്ലാതെ ഞാൻ ഒന്ന് വിടരുത്, വെക്കട അടിരേഖ എന്ന് പറയാം. അതാണ് വേണ്ടത്. പിന്നെ അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ ഖൽബിനെ നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു നിർത്തണം. ഹബീബ് നമ്മളെ കണ്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഹബീബിനോട് ശഫാഅത്ത് ചോദിച്ച്
കൊണ്ടിരിക്കണം. ഹബീബ് നമുക്ക് വേണ്ടി ചോദിച്ചു കൊള്ളും. ഹബീബ് നമുക്ക് വേണ്ടി ചോദിച്ചു. എന്താണ് വിഷയം? നിങ്ങൾ വെറുതെ ഈ സമയത്ത് ചോദ്യം ആണ് അല്ലല്ലോ. കുട്ടിയെ അടുത്ത് തവാഫ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഉളു വേണോ? കുട്ടിക്ക് ഉളു വേണ്ട, ഒന്നും വേണ്ട. കുട്ടിയെ അടുത്ത് തവാഫ് ചെയ്യാനായത് കുട്ടിയെ എടുത്ത് കുട്ടിയുടെ തവാഫാണ് ചെയ്യുന്നത്. കുട്ടിയുടെ തവാഫാണ് ചെയ്യുന്നത്. അതോ പിന്നെ കുട്ടിയുടെ തവാഫൊന്നല്ല. ഈ വ്യക്തി വെറുതെ തവാഫ് ചെയ്യുമ്പോൾ കുട്ടിയെ ചുമന്നിക്കാണ് അല്ലേ? അങ്ങനെ കുട്ടിക്ക് ഒന്നും വേണ്ട. കുട്ടിയുടെ തവാഫല്ല, പിന്നെന്താണ്? ഈ കുട്ടി ഈ തവാഫ് ആളുടെ തവാഫ് തന്നെ, ഈ തവാഫ് ചെയ്യുന്ന ആളുടെ തവാഫ് തന്നെയാണ്. പക്ഷെ അയാളെ ഉണ്ണെടുത്തിട്ടുണ്ട് എന്നുള്ളൂ. അപ്പൊ പിന്നെ കുട്ടിക്കും ഒതു വേണം, അത് വേണ്ട. പിന്നെ രണ്ടാളോടെയും കൂടി തവാഫ് സഹിയാവുകയില്ല. കുട്ടിയുടെയും ആളെയും കൂടി തവാഫുണ്ടല്ലോ, അവർ തവാഫ് സഹിയാവുകയില്ല. കുട്ടിയുടെ തവാഫാണെങ്കിൽ ആ കുട്ടിക്ക് ഒതു എടുത്തു കൊടുക്കണം. എന്നിട്ട് എന്ത് വേണം? ആ കുട്ടിയുടെ സ്വന്തം തവാഫ് ചെയ്യണം. അപ്പൊ അയാളുടെ തവാഫ് അത് അയാൾ ഒരു വാഹനം മാതിരിയാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അയാളൊരു വാഹനം മാതിരിയാണ്. അപ്പൊ അത് രണ്ടാളും കൂടി തവാഫ് ഒന്നുണ്ടല്ലോ, ഒന്ന് സഹിയാവുകയില്ല എന്നാ. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നിസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെ നടക്കൽ എത്ര ദൂരത്താണെങ്കിലും തെറ്റാണോ? ഇല്ല. നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ അവൻ ഒരു മറ വെച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ 3 മുഴത്തിന്റെ അപ്പുറം അല്ലാത്ത രീതിയിൽ, 3 മുഴത്തിനേക്കാളും കൂടുതൽ ദൂരം അല്ലാത്ത രീതിയിൽ പിന്നെ ഒരാളെന്ത് ചെയ്ത് മറ വെച്ചിട്ടുണ്ട്. ആ മറയുടെയും നിസ്കരിക്കുന്നവന്റെയും കൂടി ഇടയിൽ കൂടെ നടന്നു പോലെ ഹറാമാണ്. എങ്ങനെ? നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ 3 മുഴത്തിനേക്കാളും അപ്പുറം അല്ലാത്ത രീതിയിൽ ഒന്നുകിൽ എന്തുണ്ട്? ചുമരുണ്ട്, അതല്ലെങ്കിൽ തൂണുണ്ട്, അതല്ലെങ്കിൽ ഒരു വടി നാട്ടി വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ മുസല്ല വിരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഒരു വര വരച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഈ നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ ഉണ്ട്. എന്നാൽ ആ മറയുടെയും ഈ നിസ്കരിക്കുന്ന ആളുടെയും കൂടി ഇടയിൽ കൂടെ നടന്ന പോലെ ഹറാമാണ്. അതിന്റെ അപ്പുറത്ത് കൂടെ നടന്ന പോലെ ഹറാമല്ല. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? 3 മുഴത്തിന്റെയും കൂടി അപ്പുറം, 3 മുഴത്തിന്റെയും അപ്പുറത്ത് കൂടെ നടന്ന പോലെ ഹറാമല്ല. ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് ജമാഅത്ത് തുടങ്ങിയതിനാൽ ശേഷം നിസ്കരിക്കാമോ? നിസ്കരിക്കാം. ജമാഅത്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിസ്കരിക്കാം. മറയില്ലെങ്കിൽ നടന്നു പോകാനോട് വിരോധമില്ല. മറ ഇല്ലെങ്കിലേ നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ ആൾ മറ വെച്ചിട്ടില്ല നിൽക്കുക, എന്നാൽ ആളുടെ മുമ്പിൽ കൂടെ നടന്നു പോലെ ഹറാമുമല്ല. മറ ഉണ്ടെങ്കിലാണ് അതിന് രണ്ടിനും കൂടി ഇടയിൽ കൂടെ നടന്നു പോലെ ഹറാമാണ്. പിന്നെ എന്താണ് ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് ജമാഅത്ത്, പിന്നെ ളുഹറിന്റെ ശേഷം നിസ്കരിച്ചാലും അത് അതാത് തന്നെയാണ്, ഖളാ അല്ലാന്ന്. ഒരു ഫർള് നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, ഫർള് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, ആ ഫർള് നിസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ചാലും അത് ഖളാ അല്ല, അതാത് തന്നെയാണ്. പിന്നെ ആ മുമ്പുള്ള സുന്നത്ത് ഖളാ ആണ്. എന്ത് വേണം? ആ നിസ്കാരത്തിന്റെ തന്നെ സമയം ഖളാ ആണ്, എന്നാൽ അതിന്റെ സമയം ഖളാ ആവുള്ളൂ. ഉദാഹരണം പറയാൻ, ളുഹറിന്റെ മുമ്പത്തെ സുന്നത്ത് ഒരാള് ളുഹറിന്റെ ശേഷം നിസ്കരിച്ചാലും അത് അതാത് തന്നെയാണ്, ഖളാ അല്ല. പിന്നെ അത് ഖളാൽ എപ്പോഴേ ഖളാ ആവുള്ളൂ? ളുഹർ തന്നെ ഖളാ, അസ്റായി നിൽക്കുക. അസ്റായ ളുഹർ ഖളാ ആവുമല്ലോ, അപ്പോൾ തന്നെ ളുഹറിന്റെ മുമ്പത്തെ സുന്നത്തും ഖളാ ആവുള്ളൂ. മുഹമ്മദിനോട് കൂടെ എന്തെങ്കിലും കൂട്ടി പേരിട്ടാൽ മുഹമ്മദ് എന്ന് മാത്രം പറയുന്നതിന്റെ മഹത്വം കിട്ടുമോ? ഇല്ല. സാധാരണ പേരുണ്ടല്ലോ, മുഹമ്മദ് എന്ന് പേരുള്ള സുന്നത്താണ്. മുഹമ്മദിന്റെ കൂടെ വേറെ കൂടി ആയാലും ആര് പേരാളുള്ളത് അല്ലേ? അപ്പൊ ഒരു മുഹമ്മദ് അല്ല, ആ പേരാണ് അപ്പോൾ ആൾക്കുള്ളത്. നേരെ മറ്റത് അതോടുകൂടി ബർക്കത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം. അത് മുഹമ്മദ് എന്ന് പേരിട്ടതുപോലെ ആവൂല. മുഹമ്മദ് എന്ന് ഒരു കുട്ടിക്ക് പേരിട്ടാനുള്ള പുണ്യം ഉണ്ടല്ലോ, ആ പുണ്യം കിട്ടണമെങ്കിൽ മുഹമ്മദ് എന്ന് തന്നെ പേരിടണം. മറ്റൊരു പേരാണ് എങ്കിൽ അതിൽ മുഹമ്മദ് ഉണ്ട് എന്നുള്ള ആ ബർക്കത്ത് ലഭിക്കും എന്നല്ലാതെ മറ്റേ മുഹമ്മദ് എന്ന പേരിട്ടതിന്റെ പുണ്യം കിട്ടുകയില്ല.
നമുക്ക് AP സമസ്തയിൽ ലയിക്കാൻ നമ്മളിൽ 40 മുസാവറ ഇല്ലല്ലോ. അങ്ങനെ ആരപ്പന് AP സമസ്തയിൽ ലയിക്കാൻ പോണ, അല്ല ലയിക്കാൻ പറ്റിയൊരു പാർട്ടിയും ഇല്ലേ? എന്താ ഇപ്പൊ സംഭവം? നമ്മളെന്റെ സഹോദരന്മാരെ അള്ളാഹുത്താല നമ്മളെ രക്ഷിച്ച നോക്കിങ്ങളില്ലേ? അള്ളാഹു സുബ്ഹാനഹു നമ്മളെ രക്ഷിച്ച ഒരു രീതി നോക്കിങ്ങള്. അയാളെ പിന്നെ കൂട്ടാനും പറ്റൂലല്ലേ? അയാളെ കൂട്ടാനും പറ്റില്ല. ഇനി വല്ലാത്തൊരു പണിയപ്പോൾ അയാളെടുത്തത്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ അപ്പൊ എന്ത് സംഭവിക്കും? അതിപ്പോ ഇതിന്റെ ജോയിന്റ് സെക്രട്ടറിയാന്ന് വെക്കുക, നമ്മുടെ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി. അപ്പൊ എന്തുണ്ടായി? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞ ആളല്ലേ നിങ്ങളുടെ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി? പിന്നെ ആ സംഘടനക്ക് ഇസ്ലാമികമായി എന്ത് വിലയാണുള്ളതെന്ന് ചോദ്യം വരില്ല. അപ്പൊ അത്തരം ചോദ്യം വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംഘടനയെ കാത്തിട്ടുണ്ട്. അപ്പൊ അതാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കൽ അനുവദനീയമാണോ? PM-ലൂടെ മറുപടി തന്നാൽ മതി. ഒട്ടകത്തിന്റെ കാഷ്ടവും മൂത്രവും നജസല്ല എന്ന് നജസാണ്. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് നജസാണ്. ശാഫിഈ മദ്ഹബ് പ്രകാരം ഒട്ടകത്തിന്റെ കാഷ്ടവും മൂത്രമൊക്കെ നജസ് തന്നെയാണ്. പക്ഷെ ഹംബലി മദ്ഹബിലൊന്നും ഒട്ടകത്തിന്റെ കാഷ്ടവും മൂത്രമൊന്നും നജസല്ല. ഭക്ഷിക്കപ്പെടുന്ന വസ്തു ഇതല്ലോ, ഭക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ, ആ മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രം നജസല്ല എന്നാണ് ഹംബലി മദ്ഹബ് പ്രകാരം. പക്ഷെ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അത് നജസ് തന്നെയാണ്. ഇനി ഒരാൾ രോഗമുണ്ട് നിൽക്കുക, ഒരാൾ രോഗിയാണ്, ആ രോഗത്തിനുള്ള ചികിത്സ ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കലാണ്, എന്നാൽ ആ മൂത്രം കുടിച്ചുകൊണ്ട് ചികിത്സിക്കാം എന്നാണ് ശാഫിഈ മദ്ഹബ്. അങ്ങനെ തന്നെയാണ്. നജസ് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ? നജസ് കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. അത് കല്ലുകൊണ്ടാവരുത്, അത്രേ ഉള്ളൂ. കല്ല് നജസാണ്. കല്ലായ നജസ് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. കല്ല് അല്ലാത്ത മറ്റ് നജസുകൾ കൊണ്ട് ചികിത്സിക്കാം എന്നാണ് നമ്മുടെ മദ്ഹബും. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒട്ടകത്തിന്റെ മൂത്രം കുടിച്ചെങ്കിലേ ഈ രോഗം മാറൂ എന്ന് ഒരു നീതിമാനായ ഡോക്ടർ പറഞ്ഞു നിൽക്കുക. എന്നാൽ ആ ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കാം. എന്നാൽ വെറുതെയും കുടിക്കാം. ഏത് ഹംബലി മദ്ഹബ് ഒക്കെ പ്രകാരം അത് നജസേ അല്ല. അപ്പൊ അങ്ങനെയാണ്, അതുമാണ് ഇതിന്റെ വിഷയം. പിന്നെന്താണ്? ഉസ്താദെ, ഇപ്പോൾ ചില കച്ചവട സ്ഥാപനങ്ങളിൽ ക്യാഷ് കൊടുത്താൽ ലാഭവിഹിതം എന്ന പേരിൽ നിശ്ചിത എമൗണ്ട് മാസത്തിൽ തരും എന്ന് പറയുന്നു. ഇത് പലിശയാകുമോ? ബാങ്കിൽ നിക്ഷേപിക്കുന്ന പോലെയാണോ ഇതും? ലാഭവിഹിതം എന്നാണ് അവർ പറയുന്നത്. പലിശ അവർ ഒരു നിശ്ചിത എമൗണ്ട് ആണ് നൽകുന്നത്. പക്ഷേ പലിശ പക്ഷെ അവർ നിശ്ചിത എമൗണ്ടാണ് നൽകുന്നത്. ലാഭവിഹിതം ആണെങ്കിൽ ലാഭത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ഇല്ലേ? വിശദീകരിച്ചു തരണം. ലാഭവിഹിതം അയാൾ ആ കച്ചവട സ്ഥാപനത്തിൽ അയാൾ ഇറക്കിയ സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയുടെ വിഹിതം അനുസരിച്ച് ആ കച്ചവടത്തിന്റെ ലാഭത്തിലും നഷ്ടത്തിലും അയാൾ പങ്കുകാരനാവണം. ഉദാഹരണം, ഒരാൾ ഒരു 10 ലക്ഷം റുപ്യന്റെ കച്ചവട സ്ഥാപനമാണ്, അതിൽ അയാൾ ഇറക്കിയത് 1 ലക്ഷം റുപ്യാണ്. അപ്പോൾ അയാളുടെ ആ കച്ചവടത്തിൽ അയാൾക്കുള്ളത് 10% അയാളുടെ സംഖ്യ. അപ്പൊ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ 10% അയാൾ അർഹനാണ്. ആ പിന്നെ സ്ഥാപനം നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ നഷ്ടത്തിന്റെയും 10% അയാൾ സഹിക്കണം. ആ രീതിയിൽ ആകുമ്പോൾ മാത്രമേ അത് അനുവദിക്കപ്പെടൂ. അതല്ലാതെ ആ സ്ഥാപനം നഷ്ടത്തിലാവട്ടെ ലാഭത്തിലാവട്ടെ അയാൾക്ക് ഒരു നിശ്ചിത ലാഭം എല്ലാ മാസം കൊടുക്കുകയാണ്, എന്നാൽ അത് പലിശയാണ്, അത് പാടില്ലാത്ത വിഷയമാണ്. ഒരു മിനിറ്റ്. ഹലോ, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. വിളിച്ചേ. ഇന്ന് പറ്റൂല, മൂപ്പര് അല്ലേലും പോവാണ്, മൂപ്പർക്ക് ഇന്ന് പറ്റൂല. ആരില്ല, നിങ്ങളെന്നെ ആയിക്കോട്ടല്ല. ഷംസുദ്ദീഖ് ഇന്ന് ക്ലാസ് ഉണ്ട് അവിടെ മൂപ്പർക്ക്.
ഇല്ല, അവലോകനാണ്. നിങ്ങൾ പറ്റണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ അതിപ്പം ഇനി സമയമുണ്ടല്ലോ. ഒറ്റടി പറഞ്ഞാലേ ഇനിയിപ്പോ ആയിക്കോട്ടെ. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ. വലൈക്കും സ്ലാം. അപ്പോ എന്താ പറഞ്ഞത്? അപ്പൊ അതിന്റെ ഇത് പറഞ്ഞല്ലേ. അത്ര തന്നെയുള്ള ചോദ്യങ്ങളൊക്കെ. ഒരു മിനിറ്റ്. അപ്പൊ ചോദ്യങ്ങൾക്ക് അൽഹംദുലില്ലാ ഇന്ന് വന്ന PM-നൊക്കെ മറുപടി ആയിട്ടുണ്ട്. ഇനി ഒറ്റ PM ബാക്കിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടായിട്ടില്ല. അതാ അപ്പൊ നീ വേറെ വന്നില്ലേ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനി ബാക്കിയുള്ളത് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവളുടെ ശരീരത്തിൽ എല്ലാം കറുത്ത പുള്ളികൾ വന്നിരിക്കുന്നു. പെങ്ങൾ വളരെ സങ്കടത്തിലാണ്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ പെങ്ങൾക്ക് നല്ല സ്വാലിഹ്യങ്ങളായ മക്കളെ പ്രദാനം ചെയ്യട്ടെ. അവളുടെ മാനസികമായ വിഷമമുണ്ടല്ല, കുട്ടികളില്ലാത്ത വിഷമങ്ങളൊക്കെ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു കൊടുക്കട്ടെ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും വിഷമങ്ങളൊക്കെ പടച്ചവൻ തീർത്തു കൊടുക്കുകയും ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതോടുകൂടി നിങ്ങളോടും പറയാനുള്ളത് തന്നെയാണ് അല്ലേ. ബഹുമാനപ്പെട്ട CH ഐറൂസ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ ഒരു മഹാനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു നിർദ്ദേശിച്ച ഒരു വിഷയമാണ്, കുട്ടികളില്ലാത്ത ആളുകൾ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് 100 കിലോ പഞ്ചസാര എന്ന് പറയുന്ന ഒരു ചാക്ക് പഞ്ചസാര കൊടുക്കുക. ഇപ്പൊ തന്നെ കൊടുക്കണ്ട, അങ്ങനെ കൊടുക്കും എന്ന് നിങ്ങൾ കരുതുക. ആ വിഷയം ദാറുൽ ഹുദയെ അറിയിക്കുക. അവർ അവരുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തും. കുട്ടികൾ ഉണ്ടായതിനു ശേഷം മാത്രം പഞ്ചസാര കൊടുത്താൽ മതി. നിങ്ങൾ ചെയ്യണം എന്ന് നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും കേട്ടതും ചോദിച്ചതും ഉത്തരം പറഞ്ഞതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന് തൃപ്തിപ്പെട്ട അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം ലഭിക്കുന്ന സ്വാലിഹായ അമലുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദീനിനെ കുറിച്ച് ശരിക്കും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ ത്വാഅത്തിലാക്കി തരട്ടെ. അള്ളാഹുവിന് തൃപ്തിയില്ലാത്തൊരു എന്തെങ്കിലും കാര്യം നമ്മിൽ നിന്ന് ഉണ്ടാവുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളെ കുറിച്ച് നമ്മെ ഉൾപ്പെടുത്തി തരികയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ ആരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തും അന്തസ്സും പ്രതാപവും നമുക്ക് എല്ലാവർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, അർജന്റ് അല്ലെങ്കിൽ ചെറിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഹലോ, സൗണ്ട് ഇല്ല? ഹലോ, ഉസ്താദ്, ഈ നിസ്കാരത്തിന്റെ മുന്നിൽ കൂടി പോകുന്ന വിഷയം പറഞ്ഞപ്പോ റൗദയില് പിന്നെ മദീനത്തെ റൗദയില് അങ്ങനെ വിഷയമുണ്ട്. നിസ്കാരം 2 സഫിന്റെ അടിയിൽ പോകുന്ന ഒരു വിഷയമുണ്ട്. അതിപ്പോ ഒരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ നിസ്കാരത്തിന് തന്നെ ബുദ്ധിമുട്ടാവുന്ന ഒരു അവസരത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ അതിന്റെ മസാല എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ അതിന് അർജന്റ് ഉണ്ടെങ്കിൽ ഒന്ന് ശരിയായിരിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റൗളയിലായാലും ശരി എവിടെ ആയാലും ശരി നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ മറയുണ്ട്. 3 മുഴത്തിന്റെ ഉള്ളിലായിക്കൊണ്ട് മറയുണ്ട്. അതിന്റെ ഇടയിൽ കൂടി നടന്നു പോലെ ഹറാമാണ്. അതേ സമയത്ത് 3 മുഴത്തിനേക്കാളും അപ്പുറത്തൂടെ നടന്നു പോലെ ഹറാമും അല്ല. പിന്നെ
ഇനി 3 മുഴത്തിന്റെ അടുത്തിന്റെ ഇടയിലും മറണ്ട് നിൽക്കുക, അതിന്റെ ഉള്ളിൽ കൂടെ നടന്നു പോലെ ഹറാം ആവൂല. എപ്പോൾ വേറെ മാർഗമൊന്നുമില്ലെങ്കിൽ അയാൾക്ക് പുറത്തു പോകാൻ നിർബന്ധമാണ്. നിസ്കരിക്കുന്നതിന്റെ മുമ്പിൽ കൂടെ അല്ലാതെ നടന്നു പോകാൻ മറ്റു യാതൊരു മാർഗവും ഇല്ല. അപ്പോൾ നടന്നു പോലെ ഹറാമും ഇല്ല. അതിനാണ് എന്റെ മസല. അങ്ങനെ തന്നെയാണ് ആ സംഭവം. അതാണ് ഹറമിലാവട്ടെ ഹറമിന്റെ പുറത്താവട്ടെ എവിടെയാണെന്ന് ശരി, നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ മറയുണ്ട്. മറണ്ട് കാരണം ഒന്നുകിൽ 2 സഫിന്റെ ഇടയിൽ 3 മുഴത്തിനേക്കാൾ അപ്പുറം ഇല്ല. അപ്പൊ മുമ്പിൽ വേറെ സഫുണ്ട്, അങ്ങനെ മറണ്ട്. അതല്ലെങ്കിൽ തൂണോ ചുമരോ എന്തെങ്കിലും ആയിട്ടുള്ള അങ്ങനെ മറണ്ട്. എന്നാൽ അതിന്റെ ആ മറയുടെയും ഈ നിസ്കരിക്കുന്നതിന്റെയും കൂടെ ഇടയിൽ കൂടെ നടന്നു പോലെ ഹറാമാണ്. അതല്ലാതെ മറ്റൊരു മാർഗം ഇല്ല. അയാൾക്ക് പുറത്തു പോകാൻ നിർബന്ധമാണ്. ആ പുറത്തു പോകണമെങ്കിൽ നിസ്കരിക്കുന്നതിന്റെ മുമ്പിൽ കൂടെ നടന്നു പോകലല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ നടന്നു പോലെ ഹറാമും അല്ല. അത്രേ ഉള്ളൂ. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ മറവാണ്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ മറവാണോ? സുന്നത്താണ്. 3 മുഴത്തിന്റെ ഉള്ളിലായിക്കൊണ്ടൊരു മറ വെക്കല് സുന്നത്താണ്. ജമാഅത്താൻ നിസ്കരിക്കുമ്പോ വേണ്ട. ജമാഅത്താൻ നിസ്കരിക്കുമ്പോ മുമ്പിലത്തെ സഫന്നെ ഇവന്റെ മറ. ഒന്നാമത്തെ സഫിന്റെ മറ ഇമാമ് തന്നെയാണ്. അപ്പൊ കഴിഞ്ഞല്ലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത ആൾക്കാർ മറ്റാരെങ്കിലും മൈക്ക് വന്നിട്ട് അടുത്ത പരിപാടികൾ നോക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? ബഹുമാനപ്പെട്ട പ്രൊഫസർ ഉസ്താദിന്റെ PM-നുള്ള മറുപടിയായിരുന്നു ഇത്രയും സമയം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.